ശ്രീ ജയചന്ദ്രൻ, ഇതിൽ എല്ലാ തലങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒന്ന്, ഒരു ബ്ലോക്ക് അംഗത്തിന് 50 ലക്ഷം രൂപയോ കേരളത്തിൽ? അത് തന്നെ നമുക്കറിയാമല്ലോ അതിലുള്ള അടിസ്ഥാന രാഹിത്യം. ഒന്ന്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വശം എന്നത് CPIM-മായി ബന്ധപ്പെട്ട ആരുടെയും വോയിസ് ക്ലിപ്പല്ല, ഒരു ലീഗ് സ്വതന്ത്രൻ്റെ വോയിസ് ക്ലിപ്പ്. അയാൾ തന്നെ പറയുന്നു അയാൾ അബദ്ധത്തിലാണ് വോട്ട് ചെയ്തത്, തനിക്കാരും പൈസ തന്നിട്ടില്ല, പൈസ വാഗ്ദാനം ചെയ്തിട്ടുമില്ലെന്ന്. എന്നിട്ടും കോൺഗ്രസ്സുകാർ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോകുന്നു. നോക്കൂ, പലയിടങ്ങളിൽ മറ്റത്തൂരടക്കം നമ്മൾ കണ്ടതാണ് താമര കൈമാറ്റം. BJPക്ക് അധികാരം ഒൽപ്പിച്ചു കൊടുക്കാനായി കോൺഗ്രസ് പ്രവർത്തിച്ചപ്പോൾ ആ കോൺഗ്രസ്സുകാരെ ആരും കോൺഗ്രസ്സുകാർ വളഞ്ഞു വിട്ട് ആക്രമിച്ചില്ല. ഇതൊരു ലീഗ് സ്വതന്ത്രൻ അബദ്ധത്തിൽ വോട്ട് ചെയ്ത് അത് CPIM-ന് സഹായമാകും എന്ന് കണ്ടപ്പോൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാനായി പോകുന്നു. ഇങ്ങനെ പല തലങ്ങളുണ്ടതിൽ. CPIM എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തെളിവുകൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന്, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് അവർ പറയുന്നുണ്ട്. ജയചന്ദ്രൻ, ഈ കേസ് മറ്റു ചില വിഷയങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഭൂതമാഷ് തന്നെ പറഞ്ഞല്ലോ, മറ്റത്തൂർ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കോൺഗ്രസ് BJP ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞ ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇന്ന് ഈ വിഷയം പൊങ്ങി വരുന്നത്. ഒന്ന്. രണ്ടാമത്, UDF സ്വതന്ത്രനാണ് ഇദ്ദേഹം എന്ന് പറയുന്നല്ലോ. ഇയാൾ അങ്ങനെ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിപ്പ് കൊടുത്തിട്ടുണ്ടോ, അത് ലംഘിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിക്കട്ടെ. ചെയ്തിട്ടുണ്ടെങ്കിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താൽ അയാൾക്ക് വരാനിരിക്കുന്ന എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യതയാണ് എന്ന്. ഇത് വസ്തുതാപരമായ നിയമപരമായ വസ്തുതയാണല്ലോ അത്. അതിരിക്കെ ഇന്ന് കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കളോ പോട്ടെ, UDF പൊതുവിലോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോ ഒന്നും ഞങ്ങൾ അങ്ങനെ നീങ്ങും എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. ഇതുവരെയും ഇദ്ദേഹത്തെ അയോഗ്യനാക്കാൻ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. താങ്കൾ ഒന്നും കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്ന്. അടുത്തത്, മറ്റേത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചാരണം അഴിച്ചു വിട്ടാൽ, ഇപ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും തൈ ആയിട്ടുണ്ട്, തുല്യം നിലയായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ചെയ്തു പോരുന്ന സാമ്പ്രദായികമായ രീതി എന്താണ്? നറുക്കെടുക്കുക എന്നുള്ളതാണ്. ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കക്ഷികളും ചെയ്യാറുള്ളത്. CPM അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും വോട്ടിന് കോഴ എന്നുള്ള നിലയിൽ പണം കൊടുത്ത് എവിടെയെങ്കിലും ചെയ്തതായിട്ട് നാളിതുവരെ ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന യാഥാർത്ഥ്യം അതാണ്. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. എന്തിനാണ് ഈ ഫാബ്രിക്കേഷൻ എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മറ്റത്തൂർ ഇഷ്യൂ അവിടുത്തെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ഇതിന് അധികം അകലെയല്ല മറ്റത്തൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതുക്കൽ മണ്ഡലത്തിലാണല്ലോ അവസ്ഥ. വീക്ഷണം വളരെ ഷാർപ്പാണ്. മാത്രമല്ല, ഈ മറ്റത്തൂർ വന്നതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഈ മറ്റത്തൂരിൽ കോഴ വാങ്ങി BJP-യുമായി ധാരണയിലെത്തിയ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനെയും സംഘത്തെയും ഇതുവരെ DCC തള്ളി പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ചന്ദ്രനെയും സംഘത്തെയും താൽക്കാലികമായി പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ജില്ലയിൽ ഇപ്പോഴും TM ചന്ദ്രന് വലിയ സ്വാധീനമുണ്ട്. ഒന്ന്. മാത്രമല്ല, ഈ റോജി M. ജോണിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ചില ഇടനില സംഭാഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നും നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ BJPക്ക് ഗുണപരമായി കോൺഗ്രസ് നിന്നാൽ അതിൽ കോൺഗ്രസ്സിന് ഭയമില്ല, അസ്വസ്ഥതയില്ല. പക്ഷേ അബദ്ധത്തിൽ CPIM-ന് ഗുണപരമാകുന്ന ഒരു നിലപാട് ഒരു ലീഗ് സ്വതന്ത്രൻ അയാളുടെ അബദ്ധത്തിൽ ചെയ്താണ് കൈക്കൊണ്ടപ്പോൾ അത് വലിയ കോഴ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്രമിക്കാനൊക്കെ പോകുന്നു. അപ്പോൾ എവിടേക്കാണ് ഒരു മതേതര ചേരി ഇവിടെ താല്പര്യം നീങ്ങുന്നതെന്നുള്ളതാണ്. മതേതര ചേരി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ താല്പര്യം നീങ്ങുന്നതെന്നുള്ളതാണ്. അതുകൂടി പ്രസക്തമായി ചർച്ചയ്ക്ക് വിധേയമാക്കണ്ടേ ശ്രീ ജയചന്ദ്രൻ? അല്ല, ഞാനത് നേരത്തെയും അജിംഷാദ് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആസൂത്രിതമാണ്. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നേരത്തെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ചില അറിവുകൾ ഞാൻ പങ്കുവച്ചിട്ട് എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം, അതില് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ധാരണ, ആ ഡീലിന്റെ ഭാഗമായി അവിടെ BJP ജയിച്ചാലും വേണ്ടില്ല, അതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. താങ്കളത് നമ്മുടെ ചർച്ചയിൽ പറയുകയും താങ്കൾ അത് എഴുതുകയൊക്കെ ചെയ്തത് ഓർമ്മയുണ്ട്. അതെ, അത് തൃശ്ശൂർ കോർപ്പറേഷൻ തങ്ങൾക്ക് കിട്ടണം. അപ്പൊ രണ്ടും സംഭവിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു, തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റവർക്ക് കൊടുക്കാനും പറ്റി.
അപ്പൊ ഈ തരത്തിലുള്ള ഡീലുകൾ കേരളമെമ്പാടും നടക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളത് മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞത്. അങ്ങനെ പേരും അതിന് അദ്ദേഹം നാമകരണം ചെയ്തത്. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് മറ്റു പലയിടത്തും കണ്ടുവരുന്നത്. അത് CPM-ലും അത് CPM അത് തന്നെ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്താൽ കാര്യം തങ്ങൾക്ക് എളുപ്പമാകും എന്നാണ് ഇക്കൂട്ടർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ മാധ്യമങ്ങളോട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.